കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സുപ്രധാനമായ ഫാത്തിമ സന്ദേശങ്ങളിലൂടെ കടന്നുപോയതിന് ശേഷം ഇന്ന് പരിശുദ്ധ അമ്മയുടെ വളരെ വിലയേറിയ റോസ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ അറിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറ്റലിയിലെ മോണ്ടിച്ചേരിയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക. കത്തോലിക്ക സഭയിലെ വൈദികർക്കും സന്യസ്തർക്കും സംഭവിക്കുവാനിരിക്കുന്ന ചില അപകടകരമായ കാര്യങ്ങളെ, സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് സഭയ്ക്കെതിരായി സാത്താൻ വച്ചിരിക്കുന്ന കെണികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സംരക്ഷണ കവചം തീർക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ 1947 ഇറ്റലിയിലെ മോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അപകടകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും സാത്താൻ വച്ചിരിക്കുന്ന കെണികളെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി പരിശുദ്ധ അമ്മ റോസ മിസ്റ്റിക്ക എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്നു. റോസ മിസ്റ്റിക്ക എന്ന പേരിന്റെ അർത്ഥം പിന്നീട് ഈ എപ്പിസോഡിൽ തന്നെ നാം മനസ്സിലാക്കും. സഭയുടെ മാതാവായി സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സഭാ മക്കൾക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചമായാണ് പരിശുദ്ധ അമ്മ മോണ്ടിച്ചേരിയിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പോൾ ആറാമൻ മാർപ്പാപ്പ ഒരിക്കൽ ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. സഭയുടെ ശത്രുക്കൾ പുറമേ നിന്ന് ഉള്ളവരെക്കാൾ അധികമായി സഭയ്ക്കുള്ളിൽ തന്നെ കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ട് ചില ശക്തികൾ സഭയുടെ ശത്രുക്കളായി സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതിൽ ഏതാനും പുരോഹിതരും സന്യസ്തരും ഉൾപ്പെടുന്നു. യൂദാസിന്റെ ചുംബനം പോലെ സഭയെയും യേശുക്രിസ്തുവിനെയും ഒറ്റിക്കൊടുത്തുകൊണ്ട് സഭയിൽ ഇന്നും സഭയ്ക്കുള്ളിൽ തന്നെ ചില വ്യക്തികളും ശക്തികളും സഭയുടെ ശത്രുക്കളായി പ്രവർത്തിക്കുന്നു. സാത്താൻ ദൈവത്തിന്റെ ആലയത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നുവെന്ന് മാർപ്പാപ്പ പോൾ ആറാമൻ മാർപ്പാപ്പ ഒരിക്കൽ പ്രസ്താവിക്കുകയും ഒരു താക്കീതായി സഭയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്താവന റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ സന്ദേശങ്ങളുമായി വളരെ ബന്ധമുള്ള പ്രസ്താവനയാണ്. സഭയ്ക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ നിലകൊള്ളുന്ന ചില ശിഥിലീകരണ ശക്തികളെ കുറിച്ച് റോസ മിസ്റ്റിക്ക മാതാവ് ശക്തമായ താക്കീത് നൽകുന്ന ഒരു അനുഭവമാണ് ഇറ്റലിയിലെ മോണ്ടിച്ചേരിയിൽ നമ്മൾ കാണുക. ഇറ്റലിയിലെ മോണ്ടിച്ചേരിയിൽ പിയറിന ഗില്ലി എന്ന് പറയുന്ന ഒരു സാധാരണ നേഴ്സിനാണ് പരിശുദ്ധ അമ്മ
പ്രത്യക്ഷപ്പെട്ടത്. പിറീന ഗില്ലിക്ക് തൻ്റെ ആസ്പത്രിയിലെ ഡ്യൂട്ടി റൂമിലാണ് പലപ്പോഴും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുക. അതോടൊപ്പം തന്നെ സ്ഥലത്തെ ഇടവക ദേവാലയത്തിൽ, ഇപ്പോൾ ബസിലിക്കയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരു സാധാരണ നേഴ്സിന് സഭയെക്കുറിച്ചും സഭാ മക്കളെക്കുറിച്ചുമുള്ള വളരെ ശക്തവും വ്യക്തവുമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇന്ന് ലോകത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായി, സഭയുടെ അമ്മയായി, സഭാമക്കളുടെ അമ്മയായി, സംരക്ഷക കവചമായി റോസാ മിസ്റ്റിക്ക എന്ന പേരിൽ നിലകൊള്ളുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, 1947 മെയ് മാസത്തിലാണ് പരിശുദ്ധ അമ്മ ആദ്യമായി പിറീന ഗില്ലി എന്ന് പറയുന്ന നേഴ്സിന് പ്രത്യക്ഷപ്പെടുന്നത്. തൻ്റെ ആസ്പത്രിയിലെ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ നേഴ്സിന്റെ മുൻപിലാണ് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുക. ഇനി പ്രത്യക്ഷപ്പെടലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ പിറീന ഗില്ലി എന്ന് പറയുന്ന ഈ നേഴ്സിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഈ വലിയൊരു കാര്യം എന്താണ്? ഈ വലിയ കാര്യം, താൻ ജോലി ചെയ്യുന്ന ഈ ആസ്പത്രിയിലെ ചാപ്പലിൽ അനാഥനായി കർത്താവ് ഇരിക്കുവാൻ വിട്ടുകൊടുക്കാതെ തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ തൻ്റെ ജോലിയും താൻ ശുശ്രൂഷിക്കുന്ന മക്കളെയും ഒക്കെ ദിവികാരുണ്യനാഥന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ആസ്പത്രിയിലെ ചാപ്പലിൽ സമയം ചെലവഴിക്കുവാൻ തിരക്കുള്ള ഈ നേഴ്സ് സമയം കണ്ടെത്തിയിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നമ്മുടെയൊക്കെ ആസ്പത്രികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മിക്ക ആസ്പത്രികളിലും പ്രത്യേകിച്ച് കത്തോലിക്കരായ വ്യക്തികളുടെ അധീനതയിലുള്ള, സഭയുടെ അധീനതയിലുള്ള ആസ്പത്രികളിലൊക്കെ കർത്താവിന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു കൊച്ചു ചാപ്പലുണ്ടാകും. അവിടെ ദിവികാരുണ്യ ഈശോ സക്രാരിയിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഓരോ കത്തോലിക്ക നേഴ്സുമാരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവർ ആസ്പത്രിയിലെ ഈ ചാപ്പലിൽ കർത്താവിനെ അനാഥനായി ഇരിക്കുവാൻ സാധാരണ അനുവദിക്കാതെ കർത്താവിൻ്റെ മുൻപിൽ കടന്നു ചെന്ന് സമയം കിട്ടുമ്പോഴൊക്കെ വിസിറ്റ് നടത്തി പ്രാർത്ഥിച്ച് തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളിൽ സൗഖ്യദായകനായ കർത്താവ് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമാണ് എന്നും ഈ അനുഗ്രഹം അനേകം കത്തോലിക്കരായ നേഴ്സുമാർ യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും ചെയ്യുന്നത്, അത് സ്വീകരിക്കുന്നത്, കാണുന്നതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ ഏതാനും ചില ഒരുപക്ഷെ ചാപ്പലിൽ കർത്താവ് ഉണ്ടെങ്കിലും തങ്ങളുടെ ജോലിയോ താൻ ശുശ്രൂഷിക്കുന്ന മക്കളെയൊന്നും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ ചാപ്പലിലൊന്ന് പോയി പ്രാർത്ഥിക്കാൻ പോലും സന്മനസ് കാണിക്കാത്ത അനേകം നേഴ്സുമാരുമുണ്ട്. പ്രിയമുള്ള നേഴ്സുമാരായ സഹോദരിമാരെ, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്, സഭയ്ക്ക് അനുഗ്രഹമാണ്, ലോകത്തിന് മുഴുവനും അനുഗ്രഹം. നിങ്ങളെ വെളുത്ത മാലാഖമാർ എന്നാണല്ലോ പറയുക. അത്രമാത്രം സേവന സന്നദ്ധതയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് ലോകത്തെമ്പാടുമുള്ള നേഴ്സുമാർ. ഇവരുടെ ജീവിതം, നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാകണമെങ്കിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഈ ആസ്പത്രിയിൽ എവിടെയെങ്കിലും ഒരു ചാപ്പലുണ്ടെങ്കിൽ, അവിടെ ദിവികാരുണ്യ ഈശോ സക്രാരിൽ ഇരിപ്പുണ്ടെങ്കിൽ അവനെ മറന്ന് നിങ്ങൾ ശുശ്രൂഷ ചെയ്യരുത്. ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കയറി ചെല്ലണം, ചാപ്പലിൽ ചെല്ലണം. രാവിലെ തന്നെ നിങ്ങളുടെ ശുശ്രൂഷ ദൈവത്തിന് സമർപ്പിക്കണം. പിന്നെ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക. നിങ്ങൾ സ്പർശിക്കുന്ന രോഗികളെ ഈശോ സ്പർശിക്കും. നിങ്ങൾ കടന്നു പോകുന്ന ആസ്പത്രിയുടെ വാർഡുകളിലൂടെ ഈശോ കടന്നു വരും. നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ട സഹോദരിമാരെ, പിറീന ഗില്ലി എന്ന നേഴ്സിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ വഴിയാണത്. നേഴ്സുമാരുടെ ജീവിതത്തിൽ കർത്താവ്, സൗഖ്യദായകനായ കർത്താവ് കൂടെ നടന്ന് അനേക രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന അനുഗ്രഹം ലോകം മുഴുവനുമുള്ള അനേക നേഴ്സുമാർ ഇന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പിറീന ഗില്ലി ഹോസ്പിറ്റൽ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇളം നീല നിറത്തിലുള്ള വസ്ത്രവും അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുകയാണ്.
അമ്മ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ പീറിന ആരാണെന്നൊന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ ഈ പ്രത്യക്ഷപ്പെട്ട ഈ സ്ത്രീ അതീവ ദുഃഖിതയായി കാണുകയാണ്. വളരെ വേദനിക്കുന്ന ഒരു സ്ത്രീയായി പീറിനയുടെ മുൻപിൽ ഈ സ്ത്രീ കന്യക പ്രത്യക്ഷപ്പെടുന്നു. അവളുടെ ദുഃഖം തളം കെട്ടി അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഇറ്റിറ്റ് നിലത്ത് തറയിൽ വീണുകൊണ്ടിരുന്നു. പീറിനായ്ക്ക് വലിയ വേദനയായി. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്രമാത്രം വേദനിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ആയിരിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഇപ്രകാരമാ. ഈ സ്ത്രീ കരയാനുള്ള കാരണം അവളുടെ ഹൃദയത്തിന് ചുറ്റും ഒരു 3 വാളുകൾ തുളച്ച് കയറിയിരിക്കുകയാണ്. 3 വാളുകൾ അവളുടെ ഹൃദയത്തെ ഞെരുക്കിക്കൊണ്ട് തുളച്ച് കയറിയിരിക്കുന്നു. എന്താണെന്നൊന്നും പീറിനയ്ക്ക് മനസ്സിലാകുന്നില്ല. പീറിന ചോദിച്ചു, എന്താണ് കരയാൻ കാരണം? എന്താണ് ഈ വാളിൻ്റെയൊക്കെ അർത്ഥം? ആരാണ് ഈ 3 വാളുകൾ അങ്ങയുടെ ഹൃദയത്തിൽ ഇങ്ങനെ തറച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ കന്യക അവളോട് പറഞ്ഞു, ഒന്നാമത്തെ വാൾ യോഗ്യതയില്ലാതെ അവിശ്വസ്തയോടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളെ സൂചിപ്പിക്കുന്നു. ലോകത്തെമ്പാടും അവിശ്വസ്തയോടും യോഗ്യതയില്ലാതെയും പാപത്തിലും കറപുരണ്ട അവസ്ഥയിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകൾ എൻ്റെ ഹൃദയത്തെ അതിയായി വേദനിപ്പിക്കുന്നു. ഒപ്പം അയോഗ്യതയോടെ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരണങ്ങൾ എന്നെ അതിയായി വേദനിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ തുളച്ചു കയറിയ ഒന്നാമത്തെ വാൾ അവിശ്വസ്തയോടെയുള്ള അയോഗ്യതയോടെയുള്ള ബലിയർപ്പണമാണ് എന്ന് മൊണ്ടിച്ചേരിയിൽ പരിശുദ്ധ അമ്മ റോസാമിസ്റ്റിക്ക മാതാവ് വെളിപ്പെടുത്തുന്നു. ഇന്ന് ബലിയർപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓരോ പുരോഹിതനും ഇന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഗൗരവമായി ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലി വിശ്വസ്തയോടും യോഗ്യതയോടും ഒരുക്കത്തോടും എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനോടുള്ള സ്നേഹത്തോടും ആഴപ്പെട്ടുള്ള ബലിയർപ്പണമാണോ? അതോ ഇന്ന് ഞാൻ ഉയർത്തുന്ന പീലാസയും ഇന്ന് ഞാൻ ഉയർത്തുന്ന കാസയും കറപുരണ്ടതാണോ എന്ന് ഓരോ പുരോഹിതനും ആഴത്തിൽ ചിന്തിച്ച് ധ്യാനിച്ച് ഓരോ ബലിയർപ്പണത്തിനും വിശുദ്ധിയോടും വിശ്വസ്തയോടും കടന്നു പോകണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് റോസാമിസ്റ്റിക്ക മാതാവ് മോണ്ടിച്ചേരിൽ ഇന്ന് നമുക്ക് നൽകുക. ഒപ്പം സഹോദരങ്ങളെ, നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന ദിവികാരുണ്യ ഈശോയെ എപ്രകാരം നമ്മൾ സ്വീകരിക്കണം? ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം ഇപ്രകാരമാ. കർത്താവിനെ അനേകര് വലിയ സ്നേഹത്തോടും ദാഹത്തോടും വലിയ ആദരവോടും കൂടി ഉൾക്കൊള്ളുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷ്യ വസ്തു വാങ്ങി ഭക്ഷിക്കുന്നത് പോലെ ഒരു ആദരവുമില്ലാതെ കരങ്ങളിൽ സ്വീകരിച്ച് ഒരു ബഹുമാനവുമില്ലാതെ ചുമ്മാ നമ്മുടെ നാവിലിട്ട് ഒരു പക്ഷെ ചവച്ചരച്ച് ഒരു ബഹുമാനവുമില്ലാതെ കർത്താവിനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഹൃദയം പിടയുകയാണ്. അതുതന്നെയാണ് റോസാമിസ്റ്റിക്ക മാതാവ് വെളിപ്പെടുത്തുന്നത്. അയോഗ്യതയോടുകൂടി അനാദരവോടുകൂടി ബഹുമാനമില്ലാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഒന്നാമത്തെ വാൾ. വിശുദ്ധ കുർബാനയർപ്പണവും വിശുദ്ധ കുർബാന സ്വീകരണവും യോഗ്യതയില്ലാതെയും അശുദ്ധിയിലും അവിശ്വസ്തതയിലും നിർവഹിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം തുളയ്ക്കപ്പെടുന്ന വാളായി ആ നിമിഷങ്ങൾ മാറുകയാണ് എന്ന് റോസാമിസ്റ്റിക്ക മാതാവ് വെളിപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തെ വാളിന്റെ പ്രത്യേകത അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഇപ്രകാരമാ. രണ്ടാമത്തെ വാൾ അവിശ്വസ്തരായ പുരോഹിതരെയും സന്യസ്തരെയും ഓർത്തുള്ള വേദനയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും
കർത്താവിനോട് വിശ്വസ്തത പുലർത്തി സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒക്കെ ആഘോഷിച്ച് തങ്ങളുടെ ദൈവവിളിയെ പരിശുദ്ധിയിൽ പരിപാലിച്ച് സ്വർഗത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഭൂരിപക്ഷം പുരോഹിതരും സന്യസ്തരും സ്വർഗത്തിന്റെ സന്തോഷമാണ്. എന്നാൽ എവിടെയും ഇവിടെയുമൊക്കെ ഏതാനും ചിലർ അവിശ്വസ്തയോടുകൂടി പൗരോഹിത്യം എന്ന വലിയ ദാനത്തെ, മൺപാത്രത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ വലിയ നിധിയെ അതിൻ്റെ വില മനസ്സിലാക്കാതെ അവിശ്വസ്തയോടുകൂടി മലിനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട് എന്നും ഇവർ സ്വർഗത്തിന്റെ വേദനയാണ് എന്നും പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് മോണ്ടിച്ചേരിയിൽ വെളിപ്പെടുത്തുകയാണ്. അവിശ്വസ്തതയുടെ പുരോഹിതരുടെയും സന്യസ്തരുടെയും വിശ്വാസമില്ലാത്ത ജീവിതവും അതോടൊപ്പം തന്നെ ദൈവവിളി ഉപേക്ഷിച്ചു പോയ പുരോഹിതരും സന്യസ്തരുമാണ് ഈ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഈ വെളിപ്പെടുത്തൽ നമ്മൾ വളരെ സീരിയസ് ആയി കരുതേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ലോകത്ത് വിശുദ്ധമായവ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാനും യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പരിശുദ്ധി ഈ ലോകത്ത് വെളിപ്പെടുത്തുവാനുമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളും, ഓരോ സന്യസ്തരും, സമർപ്പിതരും, പുരോഹിതരും തങ്ങളുടെ ദൈവവിളിക്കനുസൃതമായ വിശ്വസ്തയുടെയും വിശുദ്ധിയുടെയും ഒരു ജീവിതം ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് റോസാ മിസ്റ്റിക്ക മാതാവ് നമുക്ക് നൽകുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മളെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, സന്യാസ ജീവിതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിയെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നും ആ വിളിയെക്കുറിച്ച്, ആ പുരോഹിതനെ കുറിച്ച്, ആ സന്യസ്തയെ കുറിച്ച് ദൈവത്തിന് ചില സ്വപ്നങ്ങളുണ്ട് എന്നും അത് വിലമതിക്കാതെ ഇട്ടെറിഞ്ഞു പോകരുത് എന്നുമുള്ള ഒരു ആഹ്വാനം കൂടിയാ മിസ് റോസാ മിസ്റ്റിക്ക മാതാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പീറീന ഗില്ലിയോട് അമ്മ പറഞ്ഞു, രണ്ടാമത്തെ വാൾ ഞാൻ എൻ്റെ പുത്രൻ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പൗരോഹിത്യം എന്ന ഈ വലിയ ദാനം നൽകി സ്വർഗത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത ചില മക്കളുടെ വിശ്വസ്തതയിൽ കാണുന്ന കുറവെന്നെ വേദനിക്കുന്നു. ഒപ്പം ജീവിതത്തിന്റെ അവസാനം വരെ എൻ്റെ ശുശ്രൂഷ ചെയ്ത് എനിക്ക് വേണ്ടി ആത്മാക്കളെ നേടി സ്വർഗത്തെ മഹത്വപ്പെടുത്തുമെന്ന സ്വപ്നത്തോടെ ഞാൻ തിരഞ്ഞെടുത്തവർ ഈ വിളിയെ വിളിക്കൊരു വിലയും കൊടുക്കാതെ ഇട്ടെറിഞ്ഞു പോയ ചില സാഹചര്യങ്ങളെ ഓർത്തും പരിശുദ്ധ അമ്മ വേദനിക്കുന്നുണ്ട് എന്നും റോസാ മിസ്റ്റിക്ക മാതാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരുപക്ഷെ ചിലർ പൗരോഹിത്യമോ സന്യാസമോ ഒക്കെ ഉപേക്ഷിച്ചു പോയ ചില വ്യക്തികൾ നമ്മുടെ ചുറ്റുമൊക്കെ ഉള്ളപ്പോൾ അവരെ നമ്മൾ മറ്റു രീതിയിൽ കാണാൻ പാടില്ല. കാരണം ആ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവർ ദൈവസേനയിൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുവാദത്തോടെ, സഭയുടെ അനുവാദത്തോടെ എടുത്ത ചില തീരുമാനങ്ങളാകാം. നമുക്ക് ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ആവില്ല. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇപ്രകാരം ഒരു തീരുമാനം എടുത്തതെന്നൊന്നും നമുക്ക് ഒരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാനോ ഒന്നും നമുക്ക് ആവില്ല. കാരണം അതിലും അവരിലും ഒരുപക്ഷെ യോഗ്യത കുറവുള്ളവരാകാം നമ്മൾ. എന്നാൽ ഇന്ന് തിരിച്ചറിയുന്ന ഇപ്രകാരമാ, ഇന്നും ഈ പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ ആ സാഹചര്യം സീരിയസ് ആയി ഗൗരവമായി എടുത്ത് ദൈവം അതിൽ തന്നെ നിലനിന്ന് മരണം വരെ വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്നും ഈ പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന നമുക്കുണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ മോണ്ടിച്ചേരിയിൽ റോസാ മിസ്റ്റിക്ക മാതാവായി നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഇനി മൂന്നാമത്തെ വാൾ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നു,
എൻ്റെ വിമല ഹൃദയത്തെ തുളച്ച് കയറ്റുന്ന ഈ മൂന്നാമത്തെ വാൾ വിശ്വാസത്യാഗമാണ്. തൻ്റെ സഭയിൽ മാമോദീസായിലൂടെ അംഗങ്ങളാക്കി പരിശുദ്ധാത്മാവിനെ മുദ്രണം ചെയ്ത് ഒരിക്കലും അയക്കപ്പെടാത്ത പരിശുദ്ധാത്മാവിന്റെ ഒരു അംഗീകാര മുദ്ര മാമോദീസായിലൂടെ ഓരോ ക്രൈസ്തവനിൽ ദൈവം കൊത്തിവെച്ച് സ്വർഗത്തിന്റെ വലിയൊരു അഭിഷേകത്തെ നിറച്ച് കൂദാശകളിലൂടെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ വിശ്വാസവും സ്വർഗത്തിന്റെ ഈ അനുഗ്രഹങ്ങളുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വാസത്യാഗം ചെയ്ത് സഭയെയും യേശുക്രിസ്തുവിനെയും യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്നുവെന്ന് അമ്മ പറയുകയാണ്. ഈ ഒരു വേദനയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ തുളച്ചു കയറ്റിയിരിക്കുന്ന മൂന്നാമത്തെ വാൾ. അത് ആത്മായരാകാം, അത് സന്യസ്തരാകാം, അത് പുരോഹിതരാകാം, ആരെങ്കിലുമൊക്കെയാണ്. ആരാണോ ഈ വിശ്വാസത്യാഗത്തിലൂടെ കടന്നു പോകുന്നത്, വിശ്വാസത്തെയും ക്രിസ്തുവിനെയും യൂദാസിനെ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നത്, ആ മക്കളാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് തുളച്ചു കയറ്റുന്ന വാളുകളായി ഇന്ന് ലോകത്തിലുള്ളത് എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രൈസ്തവ വിശ്വാസം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, നമ്മുടെ കൂദാശകൾ, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന അർപ്പണം, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം, ദൈവം വലിയ സ്വപ്നത്തോടുകൂടി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവാനുഗ്രഹം ഈ ലോകത്തിലേക്ക് സ്വർഗത്തിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി, അനേകരെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ലോകത്തെ മുഴുവൻ അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി ദൈവം അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത പുരോഹിതരുടെയും സന്യസ്തരുടെയും വില ദൈവസന്നിധിയിൽ എത്രമാത്രമാണ് എന്ന് റോസാമിസ്റ്റിക്ക മാതാവ് പറഞ്ഞു തരികയാണ്. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തെ തുളച്ചു കയറ്റുന്ന, വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാളുകളായി ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ, സമയങ്ങളിൽ മാറുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുവാൻ റോസാമിസ്റ്റിക്ക മാതാവ് എന്നോടും നിങ്ങളോടും ഇന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കൊറോണ മൂലവും മറ്റു വലിയ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കൊണ്ട് വിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുവാൻ സഭാമക്കൾ നിർബന്ധിതരാകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് കരങ്ങളിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ പല രീതിയിലും അവഹേളിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി അത് പെട്ടെന്ന് ഉൾക്കൊണ്ടാതെ ആ കരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ പൊടികൾ, ചില പാർട്ടിക്കിൾ, അതുപോലും ഈശോയുടെ തിരുശരീരമാണ് എന്ന ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ഒരുപക്ഷെ ഏറ്റവും സ്നേഹത്തോടു കൂടി കർത്താവിനെ നമ്മുടെ നാവിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ കരങ്ങളിലേക്ക് നമ്മൾ നോക്കണം. ചെറിയ പൊടികളോ ചെറിയ പാർട്ടിക്കിൾസോ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം കരങ്ങൾ മാറ്റുവാനായി. അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങൾ ഇപ്രകാരമാ: നമ്മൾ എടുക്കുന്നു, കഴിക്കുന്നു, ഭക്ഷിക്കുന്നു, എന്നാൽ അത് പൊടിഞ്ഞും കർത്താവിന്റെ തിരുശരീരത്തിന് പല പാർട്ടിക്കിൾസും കയ്യിലുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ താഴേക്ക് വീണ് നമ്മൾ അതിൻ്റെ മുകളിൽ ചവിട്ടി നടക്കുമ്പോൾ ഈശോയുടെ തിരുശരീരത്തെയാണ് ചവിട്ടി അവഹേളിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം. എത്രമാത്രം വിശ്വസ്തയോടും എത്രമാത്രം വിശുദ്ധിയോടും ശ്രദ്ധയോടും കൂടെ വേണം വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യുവാനെന്ന് റോസാമിസ്റ്റിക്ക മാതാവ് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രകാരം ദൈവഹിതത്തിനെതിരായി, ഇപ്രകാരം ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധ കുർബാനയെ ആദരിക്കാത്ത മക്കളെ നോക്കി, അർപ്പിക്കാത്ത മക്കളെ നോക്കി സ്വർഗം വേദനിക്കുമ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാ: മക്കളെ,
പ്രാർത്ഥിക്കുക, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക. ഇന്ന് ലോകത്ത് വിശുദ്ധ കുർബാനയ്ക്കെതിരായി നടക്കുന്ന ഓരോ തിന്മകൾക്കും എതിരായി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പരിഹാര പ്രവൃത്തികൾ ചെയ്യണം, നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. ഇത് സ്വർഗത്തിൻ്റെ ആവശ്യമാണ്, സ്വർഗത്തിൻ്റെ ഒരാഗ്രഹമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ഇനി സ്വർഗത്തെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ 3 വാളുകൾ അതൊരു തമാശയായിട്ട് കരുതാൻ പാടില്ല. അത് നമ്മൾ വെറുതെ അത് വിട്ടുകളയാൻ പാടില്ല. ഇത് സ്വർഗം വേദനിച്ചുകൊണ്ട് ഈ ലോകത്തിന് ദൈവകോപം നീതിയോടെ കടന്നു വരുമ്പോൾ അത് വലിയ ശിക്ഷയായി ഈ ലോകത്ത് വന്നു പതിക്കുവാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും റോസാമിസ്റ്റിക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് അമ്മ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 3 വാളുകൾ, 3 കാറ്റഗറി ആയിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പങ്കുവെച്ചത് സ്വർഗത്തെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സ്വർഗത്തിന്റെ നീതിപൂർവകമായ ഇടപെടൽ ഈ ലോകത്തുണ്ടാകും. അത് ഭയാനകമാകാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ഒപ്പം മാതാവ് കൂട്ടിച്ചേർക്കുന്നു, നിങ്ങൾ പരിഹാര പ്രവൃത്തികൾ ചെയ്യണം. ദിവികാരുണ്യ ഈശോയെ അവഹേളിക്കുന്ന മക്കളുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിഹാര പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. അടുത്ത അമ്മ പറയുന്നു, നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. നിങ്ങളുടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്കെതിരായോ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവിളിക്കെതിരായോ, ഇല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിശ്വാസത്തിനെതിരായോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയും ഇതുപോലെ ഈ ബോധ്യമില്ലാതെ വീണ്ടും വീണ്ടും ഈ അവസ്ഥയിൽ തുടർന്ന് സ്വർഗത്തെ വേദനിപ്പിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണമെന്ന് റോസാമിസ്റ്റിക്ക മാതാവ് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വേദനിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ പരിഹാര പ്രവൃത്തികളുടെയും നമ്മുടെ പ്രായശ്ചിത്ത പ്രവൃത്തികളുടെയും തൈലം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ സാധിക്കുമെന്നും അതിന് എൻ്റെ സഹായം നിങ്ങളുടെ കൂടെയുണ്ട് എന്നും റോസാമിസ്റ്റിക്ക മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവ കോപം നീതിയോടെ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സംരക്ഷണ കവചമായി കണ്ണീരൊഴുക്കിക്കൊണ്ട് പരിശുദ്ധി അമ്മ നമ്മോട് ചേർന്ന് നിൽക്കുകയാ. റോസാമിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ മോണ്ടിച്ചേരിയിൽ പരിശുദ്ധി അമ്മയുടെ ഈ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മ മോണ്ടിച്ചേരിയിൽ നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്വർഗത്തിൻ്റെ ഈ വേദനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഇനി ഒരിക്കലും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തെ തുളച്ചു കയറുന്ന അല്ലെങ്കിൽ തുളച്ചു കയറ്റുന്ന വാളുകളായി മാറാതിരിക്കുവാനുള്ള കൃപ യേശുക്രിസ്തുവിൻ്റെ കരുണയിൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഇനി എന്നെ ഓർത്ത് സ്വർഗം വേദനിക്കാതിരിക്കട്ടെ. എൻ്റെ പ്രവൃത്തികളോ, എൻ്റെ അവിശ്വസ്തതയോ, എൻ്റെ വിശ്വാസത്യാഗമോ, എൻ്റെ ബലിയർപ്പണത്തിലുള്ള കുറവോ, എൻ്റെ ദിവികാരുണ്യം അയോഗ്യതയോടെയുള്ള സ്വീകരണമൊന്നും ഇനി സ്വർഗത്തെ വേദനിപ്പിക്കാതെ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം നൽകിയിരിക്കുന്ന ആ വിളി വിശ്വസ്തയോടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സംരക്ഷിച്ചു കൊണ്ട് പോകുവാനുള്ള കൃപ അമ്മേ മാതാവേ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നാം എല്ലാവരോടുമൊപ്പം, നിങ്ങളെല്ലാവരോടുമൊപ്പം, നിങ്ങളുടെ കുടുംബങ്ങളിൽ,
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടി ഇന്ന് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. Há três pastorinhos cercados de luz. Visita Maria, a mãe de Jesus. A luz lhes parece sinal do trovão, e junto ao rebanho a casa se vão. Ave